ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ മൂന്നാം ഭാഗത്തിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിൻ്റെ മുമ്പുള്ള പാർട്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ ഈ ഭാഗം കാണുക. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. ഇപ്പോൾ ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്തേക്ക് വന്ന വോൾക്കരി ആണെങ്കിൽ ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ കോസ്മിക് ഗോസ്റ്റ് റൈഡർ ഗാലക്സിയിൽ എല്ലായിടത്തും പ്രശ്നമുണ്ടാക്കുകയും കണ്ടിൽ കണ്ട ആളുകളെയെല്ലാം കൊന്നുകളയുകയും ചെയ്തല്ലോ. അപ്പോൾ ഇനി ഗോസ്റ്റ് റൈഡർ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരനെ തടയാനും പിടികൂടാനുമാണ് നമ്മുടെ വോൾക്കരി ആണെങ്കിൽ ഗോസ്റ്റ് റൈഡറിനെ അറ്റാക്ക് ചെയ്യുന്നത്. മാത്രമല്ല വോൾക്കരി വിചാരിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡർ തൻ്റെ കൂട്ടുകാരനായ ഫ്രാങ്ക് ആണെന്നാണ്. അങ്ങനെ ഇപ്പോൾ വോൾക്കരിയുമായി ഗോസ്റ്റ് റൈഡർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കെ ഈ രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡറിൻ്റെ പവേഴ്സ് എല്ലാം പതുക്കെ ഇല്ലാതെയാകാൻ തുടങ്ങിയാണ്. പുള്ളിക്കാരൻ്റെ തലയിലും കയ്യിലുമൊക്കെ ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ അണഞ്ഞു പോകുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിൽ മോണാർക്കിൻ്റെ കയ്യിൽ നിന്നും അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്ക് നേരത്തെ കോസ്മിക് ഗോസ്റ്റ് റൈഡറായി രൂപം മാറിയിരുന്നുവെങ്കിലും പുള്ളിക്കാരൻ്റെ പവേഴ്സ് എല്ലാം ഇല്ലാതെയായിട്ട് പുള്ളിക്കാരൻ വീണ്ടും ഫ്രാങ്കായി മാറി. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് മോണാർക്കുമായിട്ട് പിടിച്ചു നിൽക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ മോണാർക്കിൻ്റെ കയ്യിൽ നിന്ന് അടിയെല്ലാം കിട്ടി താഴെ വീണ് കിടക്കുന്ന ഫ്രാങ്ക് മോണാർക്കിനോട് നീ ആരാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മോണാർക്കിനോട് ചോദിക്കും. അപ്പോൾ തന്നെ മോണാർക്ക് എൻ്റെ പേര് മോണാർക്ക് സ്റ്റാർ സ്റ്റോൾക്കർ എന്നാണെന്നും ഞാനൊരു ബൗണ്ടി ഹണ്ടർ ആണെന്നും ഞാൻ നിന്നെ പിടികൂടാനായിട്ടാണ് വന്നതെന്നും ഈ ഫ്രാങ്കിനോട് പറയും. അപ്പോൾ തന്നെ ഈ മോണാർക്കിൻ്റെ പേര് കേട്ടിട്ട് നമ്മുടെ ഫ്രാങ്കിനാകെ ചിരി വരും. പുള്ളിക്കാരനെ പേര് പറഞ്ഞ് മോണാർക്കിനെ കളിയാക്കും. പക്ഷെ മോണാർക്ക് അതൊന്നും കാര്യമായിട്ട് എടുക്കില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഒരു പ്രത്യേക കൈവിലങ്ങ് എടുത്തിട്ട് ഇപ്പോൾ ഫ്രാങ്കിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ ആക്സിൽ വന്നിട്ട് മോണാർക്കിനെ തടയും. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഒരു ചെവി നമ്മുടെ ആക്സിൽ കടിച്ചു മുറിക്കുകയാണ്. ആ ഒരു തക്കത്തിന് നമ്മുടെ ഫ്രാങ്ക് ആണെങ്കിൽ വീണ്ടും ഗോസ്റ്റ് റൈഡർ ആകുവാൻ നോക്കും, പക്ഷെ നടക്കത്തില്ല. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആക്സലിനെ മോണാർക്ക് വലിച്ചെറിഞ്ഞിട്ട് പുള്ളിക്കാരിയെ കൊല്ലാൻ വേണ്ടി പോയതും ഫായത്തിന് ഫ്രാങ്ക് വന്നിട്ട് ഒരു തോക്ക് വെച്ച് വെടിവെച്ച് മോണാർക്കിനെ തെറിപ്പിക്കും. എന്നിട്ട് ആക്സലിനോട് വേഗം നമുക്കിവിടെ നിന്ന് പോകാമെന്ന് ഫ്രാങ്ക് പറയും. ഇതേ സമയം ഇനി കാണിക്കുന്നത് ആ പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട നമ്മുടെ രണ്ടാമത്തെ കോസ്മിക് ഗോസ്റ്റ് റൈഡറിനെയാണ്. പക്ഷെ പുള്ളിക്കാരൻ തൻ്റെ പവേഴ്സ് പോയിട്ടും ഈ വോൾക്കേരിയുടെ കയ്യിലിരിക്കുന്ന ഒരു ചുറ്റിക പോലത്തെ ഒരു വെപ്പൺ അടിച്ചു മാറ്റിയിട്ട് അത് ഉപയോഗിച്ച് വോൾക്കേരിയുമായി ഫൈറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല വോൾക്കേരി അടിച്ച് വീഴ്ത്തുകയും ചെയ്യുന്നു. എന്നിട്ട് കൊല്ലാൻ വേണ്ടി പോയതും അപ്പോൾ തന്നെ പ്രീസ്റ്റ് ഒരു തോക്ക് ചൂണ്ടിക്കൊണ്ട് ഗോസ്റ്റ് റൈഡറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനും ഇല്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് നിന്നെ വെടിവെക്കുമെന്നും പറയുകയാണ്. അത് കേട്ടതും ഗോസ്റ്റ് റൈഡർ ധൈര്യമുണ്ടെങ്കിൽ നീ വെക്കട വെടിയെന്നും പറഞ്ഞ് ആ പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ തന്നെ പ്രീസ്റ്റ് ഗോസ്റ്റ് റൈഡറിനിട്ട് വെടിവെക്കും. ആ വെടിയേറ്റ് പുള്ളിക്കാരൻ താഴെ മുട്ടുകുത്തി വീഴുകയാണ്. മാത്രമല്ല തൻ്റെ ആ സ്ട്രോങ് ആയിട്ടുള്ള ആർമർ ഈ വെടിയേറ്റിട്ട് തുളഞ്ഞു പോയത് കണ്ട് ഗോസ്റ്റ് റൈഡർ ആകെ ഞെട്ടിപ്പോവും. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ വോൾക്കരി ആണെങ്കിൽ തൻ്റെ പ്രത്യേക കണ്ണുകൾ ഉപയോഗിച്ച് ഗോസ്റ്റ് റൈഡറിനെ നോക്കിയതും എന്തോ ഒരു സാധനം ഗോസ്റ്റ് റൈഡറിൻ്റെ തലയ്ക്ക് മുകളിൽ വലുതായി വന്ന് നിൽക്കുന്നത് കണ്ടതും ഗോസ്റ്റ് റൈഡറിനോട് നിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്നും നിനക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നും ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കാമെന്നും വോൾക്കരി പറയും. പക്ഷേ ഗോസ്റ്റ് റൈഡർ എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവിടെയുള്ള എയർ ലോക്ക് ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ചാടും. ഇപ്പോൾ ആ എയർ ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് നമ്മുടെ വോൾക്കരിയും പ്രീസ്റ്റും ആ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചു പോവുകയാണ്. പക്ഷെ ഭാഗ്യത്തിന് വോൾക്കരി ആണെങ്കിൽ പ്രീസ്റ്റിനെയും കൊണ്ട് ആ കെട്ടിടത്തിനുള്ളിൽ അതിസാഹസികമായി തിരിച്ചു കയറും. എന്നിട്ട് എയർ ലോക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഇവർ നിൽക്കുന്ന ഈ കെട്ടിടം ശരിക്കും ഒരു ഹോട്ടലൊന്നുമല്ല, അതൊരു ഫ്യൂവലിംഗ് സ്റ്റേഷനാണ്. എന്ന് വെച്ചാൽ ഈ സ്പേസ് ഷിപ്പിൻ്റെ ഒക്കെ ഇന്ധനം തീർന്നു പോകുമ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടി സ്പേസിൽ പണിതിട്ടിരിക്കുന്ന ഒരു പെട്രോൾ പമ്പാണ് ഈ ഫ്യൂവലിംഗ് സ്റ്റേഷൻ. ഇതേസമയം ഇനി കാണിക്കുന്നത് മോണാർക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഫ്രാങ്കിനെയും ആക്സലിനെയുമാണ്. ആക്സലും ഫ്രാങ്കും ഇപ്പോൾ ആ കോസ്മിക് ഗോസ്റ്റ് റൈഡറിൻ്റെ ആ ബൈക്കിൽ കയറി വളരെ വേഗത്തിൽ സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കെ ആ ബൈക്കിൻ്റെ വേഗത പതുക്കെ കുറയാൻ തുടങ്ങിയാണ്. കാരണം ഈ ബൈക്ക് ഓടുന്നത് തന്നെ ഫ്രാങ്കിൻ്റെ ശരീരത്തിലുള്ള കോസ്മിക് എനർജി ഉപയോഗിച്ചാണ്. ഇപ്പോൾ കോസ്മിക് എനർജി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ബൈക്കിൻ്റെ വേഗത കുറഞ്ഞ് അത് നിന്ന് പോകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്രാങ്ക് ആണെങ്കിൽ അവിടെ അടുത്ത ഒരു ഫ്യൂവലിംഗ് സ്റ്റേഷൻ കണ്ടതും അപ്പോൾ തന്നെ ഫ്രാങ്കും ആക്സലും ആ പെട്രോൾ പമ്പിലേക്ക് ചെല്ലുകയാണ്. ഈ ഫ്യൂവലിംഗ് സ്റ്റേഷനിലാണ് നമ്മുടെ വോൾക്കരിയൊക്കെ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ ഫ്രാങ്കും ആക്സലും അവിടെ ചെന്നതും അപ്പോൾ തന്നെ വോൾക്കരി വന്നിട്ട് നമ്മുടെ ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്യുകയാണ്. വോൾക്കരി വിചാരിച്ചിരിക്കുന്നത് ഇത് രണ്ടാമത്തെ ആ ഗോസ്റ്റ് റൈഡർ ആണെന്നാണ്. അങ്ങനെ ഇപ്പോൾ വോൾക്കരി ഫ്രാങ്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രീസ്റ്റ് വന്നിട്ട് ഇത് നമ്മുടെ ഫ്രാങ്ക് ആണെന്നും ഇത് നമ്മളെ കൊല്ലാൻ നോക്കിയ ആ ഗോസ്റ്റ് റൈഡർ അല്ല എന്നും വോൾക്കരിയോട് പറയുകയാണ്. അത് കേട്ടതും വോൾക്കരി നീ എന്താ ഈ പറയുന്നതെന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നും പ്രീസ്റ്റിനോട് പറയുന്നു. അപ്പോൾ തന്നെ പ്രീസ്റ്റ് നീ നിൻ്റെ കണ്ണുകൾ തുറന്ന് എന്നെ ഒന്ന് നോക്കാൻ വോൾക്കരിയോട് പറഞ്ഞതും അപ്പോൾ തന്നെ വോൾക്കരി തൻ്റെ പ്രത്യേക കണ്ണുകൾ ഉപയോഗിച്ച് പ്രീസ്റ്റിനെ നോക്കിയതും പുള്ളിക്കാരൻ്റെ തലയ്ക്ക് മുകളിലെ ഒരു ചെറിയ ഗോളം അതോ ഒരു ചെറിയ ഓർബ് കണ്ട് വോൾക്കരി ആകെ ഞെട്ടുകയാണ്. അന്നേരം തന്നെ പുള്ളിക്കാരിക്ക് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ ഫ്രാങ്ക് ആണെന്നും തന്നെയും പ്രീസ്റ്റിനെ ആക്രമിച്ച രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡർ അല്ല എന്നും മനസ്സിലാകുകയാണ്.
ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വോൾക്കരിക്ക് ആരുടെയെങ്കിലും മരണം അയാളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കാണുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരു ഓർബ് അഥവാ ഒരു ഗോളം പ്രത്യക്ഷപ്പെടുന്നത് വോൾക്കരിക്ക് കാണാൻ സാധിക്കും. ഈ ഓർബും ഗോളവും സൂചിപ്പിക്കുന്നത് മരണത്തെയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ ജീവൻ അപകടത്തിലാകുമ്പോൾ ആ ഓർബ് അയാളുടെ തലയ്ക്ക് മുകളിൽ വലുതായി നിൽക്കുകയും അയാളുടെ ജീവന് യാതൊരു കുഴപ്പമില്ലെങ്കിൽ ചെറുതായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ രണ്ടാമത്തെ കോസ്മിക് ഗോസ്റ്റ് റൈഡറുമായി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീസ്റ്റിൻ്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഗോളം ഭയങ്കരമായി വലുതായിരുന്നു. എന്ന് വെച്ചാൽ പ്രീസ്റ്റ് ചിലപ്പോൾ കോസ്മിക് ഗോസ്റ്റ് റൈഡർ കാരണം മരണപ്പെട്ടേനെ. പക്ഷേ ഇപ്പോൾ ഒറിജിനൽ ഫ്രാങ്ക് ഇവിടെ വന്നപ്പോൾ പ്രീസ്റ്റിൻ്റെ തലയിലുള്ള ആ ഓർബ് ചെറുതായി. എന്ന് വെച്ചാൽ പ്രീസ്റ്റിൻ്റെ ജീവൻ ഇപ്പോൾ അപകടമൊന്നും സംഭവിക്കത്തില്ല. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വോൾക്കരിക്ക് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒറിജിനൽ ഫ്രാങ്ക് അഥവാ ഒറിജിനൽ ഗോസ്റ്റ് റൈഡർ ആണെന്ന് മനസ്സിലായത്. അങ്ങനെ ഇപ്പോൾ എന്നെപ്പോലെ മറ്റൊരു ഗോസ്റ്റ് റൈഡർ ഉണ്ടെന്ന കാര്യം അറിഞ്ഞ് നമ്മുടെ ഫ്രാങ്ക് ഞെട്ടിപ്പോവുകയാണ്. മാത്രമല്ല ആ രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഓരോരുത്തർ തന്നെ കൊല്ലാൻ നോക്കുന്നതെന്നും ഫ്രാങ്കിന് മനസ്സിലാകുന്നു. മാത്രമല്ല ഇപ്പോൾ വോൾക്കരി ആണെങ്കിൽ ഫ്രാങ്കിൻ്റെ തലയ്ക്ക് മുകളിലുള്ള ആ ഓർബ് അഥവാ ആ ഗോളം വലുതായി നിൽക്കുന്നത് കണ്ടിട്ട് ഫ്രാങ്കിനോട് നിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്നും നിനക്കെന്തോ കാര്യമായി സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ഫ്രാങ്കിനോട് പറയുകയാണ്. അത് പറഞ്ഞു തീർന്നതും അപ്പോൾ തന്നെ ഫ്രാങ്കിന് എന്തോ സംഭവിക്കുകയാണ്. പുള്ളിക്കാരൻ വയ്യാതെ താഴോട്ട് വീഴുന്നു. ഫ്രാങ്ക് മാത്രമല്ല, ഇപ്പോൾ വേറെ എവിടെയോ ഉള്ള രണ്ടാമത്തെ ഗോസ്റ്റ് റൈഡറിനും ഫ്രാങ്കിനും സംഭവിച്ചതുപോലെ തന്നെ സംഭവിക്കുകയാണ്. പുള്ളിക്കാരനും വയ്യാതെ താഴോട്ട് വീഴുന്നു. അങ്ങനെ ഇപ്പോൾ 2 ഗോസ്റ്റ് റൈഡേഴ്സും 2 സ്ഥലങ്ങളിൽ വയ്യാതെ താഴെ വീണ് കിടക്കുകയാണ്.